ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കുമ്പോഴേക്കും വരുൺ രാധികാമ്മയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, അമ്മേ ഞാൻ ഈ റിസോർട്ടൊക്കെ മൊത്തത്തിൽ കണ്ടു, എങ്ങനെയും ഗോവിന്ദേട്ടനോട് പറഞ്ഞ് സമ്മതിപ്പിച്ച ഈ റിസോർട്ട് എൻ്റെ പേരിൽ തന്നെ മേടിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഗീതു ഈ പ്ലാനൊക്കെ കേൾക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും അവർ പറയുകയാണ്, വാ നമുക്ക് വല്ലതും പോയി കഴിക്കാം എന്നെല്ലാവരും പറഞ്ഞ് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അവരിരിക്കുന്ന ഡൈനിങ് ഹാളിൻ്റെ അപ്പുറയാണ് നമ്മുടെ ഗോവിന്ദിന് ഗീതുവിനും വേണ്ടിയിട്ട് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്തേക്കുന്നു കേട്ടോ. അപ്പോഴേക്കും വരുൺ രേഖയോട് ചോദിക്കുകയാണ്, എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ രേഖ പറയുന്നുണ്ട്, വരുണേട്ടൻ എന്തെങ്കിലും ഓർഡർ ചെയ്തോ, എനിക്കങ്ങനെ എൻ്റേതായ ഇഷ്ടങ്ങളൊന്നും ഇല്ലെന്ന് വരുണേട്ടൻ അറിയാമല്ലോ എന്ന് പറയുകയാണ്. തിരിച്ച് ഗോവിന്ദൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റാതെ ഗീതു അവിടെ ഇങ്ങനെ പെട്ട് നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് അവർ ഫുഡ് ഓർഡർ ചെയ്യലും കാര്യങ്ങളും ആസ്വദിച്ച് കഴിക്കലൊക്കെയാണ്. ആ സമയത്ത് ഗീതുവിൻ്റെ ഫോണിലോട്ട് ഗീതുവിൻ്റെ അമ്മ വിളിക്കുവാണ് കേട്ടോ. ഗീതുവോടെ ഫോൺ വെച്ചിട്ടാണ് പോയത്. അപ്പോഴേക്കും ഗോവിന്ദനോട് പറയുന്നുണ്ട്, എന്തായി, ഫോട്ടോ ഒക്കെ മോൾ അയച്ചു, ഇപ്പോഴത്തെ ഫോട്ടോ ഒന്നും കിട്ടിയില്ലല്ലോ, വരുമ്പോൾ ഒരു കുഞ്ഞൊക്കെ വേണം, വന്നു കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെയൊക്കെ കിട്ടാനുള്ള വാർത്തയൊക്കെ വേണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് പറയാണ്, ഇപ്പോഴത്തെ ഫോട്ടോ അയക്കാത്ത ചിലപ്പോൾ ഇവിടെ വെളിച്ചമില്ല അതായിരിക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും വിലാസിനെ തെറ്റിദ്ധരിക്കുവാണ്. പറയാണ്, വെളിച്ചമില്ലെങ്കിൽ വേണ്ട, പിന്നെ പയ്യെ ഫോട്ടോ എടുത്താൽ മതി, മോനെ ഒന്നും ഓർക്കല്ലേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അതിന് ഫോൺ വെച്ച് കഴിഞ്ഞ് ഗോവിന്ദ് ചിന്തിക്കുവാണ്, അമ്മ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞേ, അമ്മ തെറ്റിദ്ധരിച്ച് കാണുമോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുവാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ഈ ഗീതു ഇത് എവിടെ പോയി കിടക്കുക, അവൾ പ്രാർത്ഥിക്കാൻ പോയിട്ട് ആ വഴി പോയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണ് കേട്ടോ. അതേസമയത്ത് ഭദ്രൻ വിലാസിനിയുടെ മുറിയിലും എത്തുവാണ്. എന്നിട്ട് പറയാണ്, എടി വിലാസിനി, നമ്മുടെ മോൾ എന്തേ ഗീതു എന്ന് ചോദിക്കുമ്പോഴേക്കും പറയാണ്, അവൾ കുളിക്കുവാന്ന് പറയുവാണ് കേട്ടോ. ഇതെന്താ ഇവളെ എപ്പോഴും കുളിക്കുന്നത്, ഞാൻ എപ്പോൾ വന്നാലും ഇവൾ കുളിക്കുവാണല്ലോ എന്നിങ്ങനെ ഭദ്രൻ പറയുന്നുണ്ട്. അപ്പം വിലാസിനി പറയുവാണ്, നിങ്ങൾക്കിപ്പോൾ എന്തോ വേണ്ടേ, എനിക്ക് അവളുടെ കയ്യിൽ നിന്ന് പ്രതിഫലം വേണം, പ്രതിഫലം. അവളുടെ ഭർത്താവ് കുടിച്ച് നശിക്കേണ്ട മദ്യമല്ല ഞാൻ കുടിച്ചത്, എനിക്കതിൻ്റെ പ്രതിഫലം ചോദിക്കണം അവളോടെന്ന് പറഞ്ഞ് ബാത്റൂമിൻ്റെ അവിടെ ചെന്ന് വാതിലെ കൊട്ടുവാണ് കേട്ടോ. കുറേ നേരം കൊട്ടിയിട്ട് ഒച്ചയൊന്നും കേൾക്കാഞ്ഞൊരു ഭദ്രൻ പറയുന്നുണ്ട്, ഇവൾ മിണ്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പം നമ്മുടെ വിലാസിനെ അവിടെ നിന്ന് ഒച്ച മാറ്റി, തരാം, പ്രതിഫലം തരാം എന്നുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ. അപ്പം ഭദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്നാ ഡിജിറ്റൽ വോയിസോ. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഹോം നേഴ്സും വിലാസിനോട് ഭദ്രനെ കളിയാക്കി ചിരിക്കുവാണ് കേട്ടോ. ഭദ്രൻ അത് വിശ്വസിച്ച് അവിടുന്ന് പിന്നെയും പോവുകയാണ്, പിന്നെയും കുടി തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിന് കുറേ നേരമായിട്ട് ഗീതുവിനെ കാത്തിരുന്ന് മടുത്ത് കഴിയുമ്പോഴേക്കും ഗോവിന്ദ് പയ്യെ വെളിലോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. വാതിൽ തുറന്ന് ഗോവിന്ദ് നോക്കുമ്പോഴേക്കും രാധികാമ്മേനെയും പ്രിയനെയൊക്കെ കാണുവാണ്. ഞെട്ടിത്തരിച്ച് ഗോവിന്ദ് പെട്ടെന്ന് വാതിലടച്ച് അകത്തോട്ട് കയറുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ അവരെല്ലാം ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അവർ പറയുന്നുണ്ട്, നമുക്കെന്തായാലും ആ കപ്പിൾസിനോട് കണ്ടിട്ട് പോവാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വരുൺ ചോദിക്കുവാണ് വെയിറ്ററിനോട്, ഞങ്ങളുടെ മുറി സെറ്റാക്കിയോടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല സാർ, അറിഞ്ഞില്ല, സെറ്റാക്കണം എന്നാരും പറഞ്ഞില്ല, നിങ്ങളെ കണ്ട കപ്പിൾസാന്ന് അത്ര റൊമാൻറ്റിക് അല്ലാത്തതുകൊണ്ട് തോന്നിയില്ല എന്ന് പറയുമ്പോഴേക്കും വരുൺ ചാടി എഴുന്നേറ്റ് ദേഷ്യപ്പെടുവാണ് കേട്ടോ. എനിക്ക് കൂടെ ഒരു മുറി വേണം, അല്ലെങ്കിൽ എന്താ ആ സ്യൂട്ടിൻ്റെ അകത്ത് 2 മുറിയില്ലേ, ഒരു മുറി ഇനി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗീതു, ഇതെല്ലാം കുളമാക്കുമെന്നാണ് തോന്നുന്നത്, ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിൽക്കുവാണ്. ഗോവിന്ദൻ മനസ്സിൽ ചിന്തിക്കുവാണ്, ഇവർ പോകുന്നവരെ ഞാൻ ഇതിൻ്റെ അകത്ത് നിൽക്കേണ്ടി വരുമോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ്. കഴിയുമ്പോഴേക്കും രാധികാമ്മ പറയുന്നുണ്ട്, ദേഷ്യപ്പെടാതെ, എന്താണെന്ന് വെച്ചാൽ സെറ്റാക്കാം, അവരുടെ മുറിയൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ രേഖയും പ്രിയയും കൂടെ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, എല്ലാവരെയും മുറിയൊന്നും നോക്കണ്ട. അത് കഴിഞ്ഞ് രേഖ ഇങ്ങനെ പറയുമ്പോൾ കാഞ്ഞിർ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, എന്തായാലും അവർ റൊമാൻസ് ആയിരിക്കുമേ, നമുക്ക് പോയി തുറന്ന് നോക്കാം എന്ന് പറയുമ്പോഴേക്കും രേഖ പറയുവാണ് കേട്ടോ, അതൊന്നും വേണ്ട, നിനക്ക് ശാപം കിട്ടും, പിന്നെ നിൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും നിനക്കൊരു സുഖവും ഉണ്ടാവാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അവസ്ഥ വരും, ഇങ്ങനെ പ്രേമിക്കുന്നവരുടെ ഇടയ്ക്ക് പോയി കയറിക്കഴിഞ്ഞാൽ. നീ കേട്ടിട്ടില്ലേ പണ്ട് പുരാണങ്ങളിലെ കഥ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് റിസപ്ഷനിലെ ഫോൺ എടുത്ത് കണ്ണേട്ടനെ വിളിക്കുവാണ് കേട്ടോ ഗീതു. എന്നിട്ട് പറയണം, ആകെ പെട്ടുപോയി, അവിടെ നിന്ന് എങ്ങോട്ടേലും ഓടി രക്ഷപ്പെടാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നു, ഞാൻ ഫുഡൊക്കെ പാഴ്സൽ ചെയ്ത് മുറിയിലോട്ട് വരാം എന്ന് പറയുമ്പോഴേക്കും ഗീതു പറയാം, വെള്ളോടത്തേക്ക് രക്ഷപ്പെടാൻ നോക്കിക്കോ, ആരും പിടിക്കപ്പെടാതെ എന്ന് പറയുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗോവിന്ദ് മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ഫുഡും പാഴ്സൽ ചെയ്ത് മുറിയിൽ പോയി ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ്. അതേ സമയത്ത് അവർ നമ്മുടെ വരുണിൻ്റെ മുറി റെഡിയാക്കുവാണ് കേട്ടോ. വരുൺ പറഞ്ഞതനുസരിച്ച് വരുണിൻ്റെ മുറി റെഡിയാക്കാൻ നേരത്ത് ആ വഴി ഗീതു വരുവാണ്. ഗീതുവിനോട് അവിടുത്തെ സ്റ്റാഫ് ചോദിക്കണം, മേഡം എന്താ ഇവിടെ നിൽക്കുന്നത് നിൽക്കുമ്പോൾ, എൻ്റെ കീ അവിടെ എങ്ങാണ്ടാ. അപ്പോൾ അവർ പറയും, സാരമില്ല മേഡം ഇവിടെ നിന്ന് ഞാൻ റിസപ്ഷനിൽ പോയി വേറെ കീ എടുത്തിട്ട് വരാമെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് രേഖയും പ്രിയയും കൂടെ അങ്ങ് വരുവാണ്. അപ്പോൾ വരുൺ നമ്മുടെ രേഖേനെ വിളിച്ചുകൊണ്ട് മുറിയിലോട്ട് കയറുവാണ് കേട്ടോ. ആ മുറിയുടെ അവിടെയായിരുന്നു ഗീതു ഒളിച്ച് നിന്നെല്ലാം നോക്കിയിടുന്നത്. അങ്ങനെ ഗീതു ആ മുറിക്കകത്ത് പെട്ടു പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദ് എല്ലാവരും പോയെന്നോർത്ത് പയ്യെ വെളിയിലേക്ക് ഇറങ്ങി അവരുടെ മുറിയിലോട്ട് പയ്യെ പോകാൻ തുടങ്ങുമ്പോൾ
ഇവരെയൊക്കെ കാണുവാണ് കേട്ടോ. ഗോവിന്ദു അവിടെ ഒളിച്ചു മറന്ന് നിൽക്കുവാണ്. ഗീതുവിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതി ഗീതു ആകെ പെട്ടുപോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് വരുണിൻ്റെ രേഖയുടെ കയ്യിൽ താക്കോൽ കൊടുത്തിട്ട് സ്റ്റാഫ് അവിടെ നിന്ന് പോവുകയാണ്. ഗീതു പെട്ടെന്ന് അവിടെയുള്ള അലമാരി കയറി ഒളിക്കുവാണ് കേട്ടോ. കഴിഞ്ഞ രേഖ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ്, ഇന്നും ഈ പാലിൽ തന്നെ ഉറക്കഗുളിക കലക്കി കൊടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ വരുൺ ചിന്തിക്കുന്നുണ്ട്, എന്നും ഈ പാൽ കുടിച്ചു കഴിഞ്ഞാണല്ലോ ഇത്രയും ക്ഷീണം, അതെന്തായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വരുണിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.